നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ബാക്കി വരുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മളിങ്ങനെയുള്ള ഡ്രമ്മുകളിൽ ഇടുക. 2 ഡ്രമ്മ് വെക്കുക. ഇതേപോലത്തെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതാ കിട്ടുന്ന അതുപോലത്തെ ഡ്രമ്മുകൾ വെച്ചിട്ട് അതിൽ കൊട്ടുക. നമ്മൾ പുറത്തേക്ക് കൊട്ടുന്നതിന് പകരം ഇതിൽ കൊട്ടുക. എല്ലാ വേസ്റ്റും, എല്ലാം കോഴി വേസ്റ്റ് ആയാലും നാരങ്ങ നീരായാലും മറ്റെല്ലാ വേസ്റ്റും ഇതിലിടാം. അപ്പോൾ എന്തുണ്ടാവുക, ഇതിൻ്റെ ഈ ദുർഗന്ധം ഇപ്പോൾ വരുന്നില്ല ചെറുതായിട്ട്, ആ ദുർഗന്ധം ആകർഷിച്ചതിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നിട്ടൊരു ഈച്ചയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് കണ്ടിട്ടുണ്ടോ? ആ ഈച്ച വന്നിട്ട് ഈ ഗ്യാപ്പുകളിലൊക്കെ എഗ് ചെയ്യും. അവരുടെ എഗ്ഗാണ് ഈ കാണുന്നതൊക്കെ. ഇഷ്ടംപോലെ എഗ്ഗ് ഉണ്ട്. ഒരു ഫ്ലൈ വന്ന് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ 500-ന് മേലെ മുട്ട ഉണ്ടാവും. ഒരുപാട് എഗ്ഗ് ഇതിലുണ്ടാവും. മനസ്സിലായോ? ഈ ഒരു ഇതിൽ ഒരുപാട് ഫ്ലൈസ് വന്നിട്ട് എഗ്ഗ് ചെയ്തിട്ട് ധാരാളം ഉണങ്ങിയ കമ്പുകളൊക്കെ വെച്ചുകൊടുത്താൽ മതി. എന്തെങ്കിലും വെച്ചുകൊടുത്താൽ മതി. വെച്ചുകൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കൂടുതൽ പുഴുക്കളാണ് ആവശ്യം. പുഴുക്കള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മരങ്ങൾ വെച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ മരങ്ങൾ, ഈ പുഴുക്കൾ എഗ്ഗ് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞാൽ ഈ എഗ്ഗ് വിരിഞ്ഞ് ധാരാളം ചെറിയ പുഴുക്കളുണ്ടാകും. ഈ പുഴുക്കളാണ് നമ്മുടെ വേസ്റ്റ് എന്ത് ചെയ്യുന്നത്, കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത്. അതിങ്ങനെ എന്നും കമ്പോസ്റ്റ് ആക്കി പറ്റും. 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴുക്കളെ കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ പുഴുക്കളെ കാണാം. കണ്ടാ ഈ പുഴുക്കളെ കണ്ടാ? ധാരാളം ഈ പുഴുക്കളെ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യണ്ടേ, കോഴികൾക്ക് കൊടുക്കാം, മത്സ്യങ്ങൾക്ക് കൊടുക്കാം. നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട് അവിടെ മാറി, അവിടുത്തെ ആ ഡ്രമ്മൊന്ന് കാണിച്ചു കൊടുത്തു. അതേപോലെ കമ്പോസ്റ്റ് ആയി കിട്ടും. അത് കണ്ട അവിടെ, അവിടെ കമ്പോസ്റ്റ് ഉണ്ട്. ഒന്നും ഇടണ്ട, ഒരു വസ്തു ഇടണ്ട, വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി. ചരിച്ചോറ് ചേർക്കണം. ചരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ സാധാരണ ചരിച്ചോറ് ചേർക്കാം.